കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 35 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനങ്ങളോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടെ നിന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന സുവിശേഷ ഭാഗമാണ്. കാരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 തലങ്ങളിലും നമുക്ക് വിശപ്പും ദാഹമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക്, പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ലാതെ തളർച്ച വരെ ഉണ്ടാവും, ചിലപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട്. ശരീരത്തിനൊരു വിശപ്പുണ്ട്, ശരീരത്തിന് ദാഹമുണ്ട്. ഇത് ശമിപ്പിക്കപ്പെടേണ്ടതാണ്. അത് കൃത്യസമയത്ത് അത് ശമിപ്പിക്കപ്പെട്ടില്ല എങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ മനസ്സിനും നമ്മുടെ വൈകാരികതകൾക്കും ചില ദാഹങ്ങളും ചില വിശപ്പുകളും ഉണ്ട്. സ്നേഹിക്കപ്പെടണം, എന്നെ അംഗീകരിക്കണം, എന്നെ മനസ്സിലാക്കണം, എന്നെ ഉൾക്കൊള്ളണം, എന്നെ പ്രശംസിക്കണം, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലുമൊക്കെ വേണം. ഇങ്ങനെ മനസ്സിനും ചില തലങ്ങളിൽ നമുക്ക് വല്ലാത്ത ദാഹവും വിശപ്പൊക്കെ ഉണ്ട്. ഇതും ശമിപ്പിക്കപ്പെടേണ്ടതാണ്. അത് ശമിപ്പിക്കപ്പെടാതെ പോകുമ്പോഴാണ് നമ്മൾ പരാതി പറയുന്നത്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെയുള്ള ഈ നിരാശ നിറഞ്ഞ സംസാരത്തിലേക്കൊക്കെ പോകുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചില തലങ്ങളിലുള്ള ദാഹവും വിശപ്പും ശമിപ്പിക്കപ്പെടാതെ പോകുമ്പോഴാണ്. അത് ശരീരത്തിൻ്റെ വിശപ്പിനേക്കാളും മനസ്സിൻ്റെ ദാഹത്തെക്കാളും അല്പം കൂടിയും കഠിനമേറിയതാണ് ഈ പറയുന്ന മനസ്സിൻ്റെ ദാഹവും വിശപ്പും. ഇത് രണ്ടും ശമിപ്പിക്കപ്പെടേണ്ടതാണ്. ഇത് ശമിപ്പിക്കപ്പെടാൻ വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നിരന്തരം നമ്മൾ ഓടി നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ നോക്കിയാൽ ഒന്നില്ലെങ്കിൽ ശരീരത്തിൻ്റെ വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ മനസ്സിൻ്റെ വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ. ഇനി ഇത് രണ്ടിലും പെടാത്തൊരു ദാഹമുണ്ട്, ആത്മാവിനൊരു ദാഹമുണ്ട്. ഇതെല്ലാം ആത്മാവിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ നാഥനായ ദൈവത്തെ അന്വേഷിക്കാനും കണ്ടെത്താനും ഇതെല്ലാം ആത്മാവിന് ദാഹമുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ ദാഹം മാത്രം ശമിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് തൻ്റെ ആത്മാവിൻ്റെ ദാഹത്തെക്കുറിച്ച് അത്രയധികമായിട്ട് മനസ്സിലാക്കാനോ ശ്രദ്ധിക്കാനോ പറ്റണമെന്നില്ല. മനസ്സിൻ്റെ തലങ്ങളിലുള്ള ദാഹം മാത്രം ശമിപ്പിക്കാൻ ഓടി നടക്കുന്നവരുണ്ട്. സ്നേഹം കിട്ടാൻ വേണ്ടി മാത്രം, അംഗീകാരം കിട്ടാൻ വേണ്ടി മാത്രം, നല്ല വാക്ക് ലഭിക്കാൻ വേണ്ടി മാത്രം ഓടി അതിനുവേണ്ടി എന്ത് ചെയ്യും അവർ? കാരണം എന്താ? ഈ ദാഹം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ഈ വിശപ്പ് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ വിശപ്പും ദാഹവും കൃത്യമായി പരിപാലിക്കപ്പെടാൻ ഈ ലോകത്തിന് പറ്റില്ല. കാരണം ഈ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതും കൈകൊണ്ട് സ്പർശിക്കാൻ പറ്റുന്നതുമായതാണല്ലോ ലോകത്തിൻ്റെതെല്ലാം. എന്നാൽ ആത്മാവിനെ അത് സാധ്യമല്ലാത്തത് കൊണ്ട് ദൈവത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കാൻ പറ്റൂ. എല്ലാ ആത്മാവിലും ദാഹമുണ്ട്. ഈ ദാഹം ശമിപ്പിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ഒരു കാര്യമാണ്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വിശക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഞങ്ങൾക്ക് തരാം. അപ്പോൾ വിശപ്പുള്ളവർ എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനും
ഒരിക്കലും വിശക്കുകയില്ല എന്നും എൻ്റെ അടുക്കൽ വരുന്ന ഒരുവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് യേശു പറയുന്നത് അവൻ്റെ ആത്മാവിൻ്റെ ഈ ദാഹം, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള ഈ ഒരു ദാഹം ഉണ്ടല്ലോ, അത് യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഈ ദാഹം ശമിപ്പിക്കപ്പെടുക. അവൻ നിത്യജീവൻ്റെ അനുഭവത്തിലാണ്. അതുകൊണ്ടാണ് യേശുവിനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർന്നു. ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ ദാഹത്തിന് അത്ര കണ്ട് വില കൊടുക്കാത്തൊരു ജീവിതത്തിലേക്ക് ഒരു ദൈവവേദന ഉയർത്തപ്പെടും. എന്ന് പറഞ്ഞാൽ പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എനിക്ക് ആരും ഇല്ലല്ലോ, ഞാൻ എന്തിനും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ, ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കണമെങ്കിൽ ഒരു ആത്മാവിൻ്റെ ദാഹം അത് യേശുക്രിസ്തുവിൽ എത്തുമ്പോഴേ അത് ശമിപ്പിക്കപ്പെടുള്ളൂ. അതിലേക്ക് എത്താത്തൊരാത്മാവാണ് ഈ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ചില തലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടന്നുകൊണ്ട് പരാതിയും പരിഭവമായിട്ട് ഒരു ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയും. എത്രയോ പേരെ കണ്ടേക്കുന്നത്. ഒരായുസ് മുഴുവനും ഈ പറയുന്ന വിഷയങ്ങളിൽ ഒതുങ്ങിക്കിടന്നുകൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കിടന്ന് ജീവിതം നശിപ്പിച്ചും സ്വപ്നങ്ങൾ നശിപ്പിച്ചും അവിടെ ആത്മീയ ജീവിതത്തിൽ സ്വർഗം നിക്ഷേപിക്കുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ സ്വന്തമാക്കാൻ പറ്റാതെ കടന്നു പോകുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ, ജീവിതത്തിൻ്റെ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ ഒക്കെ ദാഹങ്ങളുണ്ടല്ലോ, അതിൽ ആത്മാവിൻ്റെ ദാഹം ഞാൻ ശമിപ്പിക്കാമെന്ന് ഈശോ പറയുകയാണ്. ബാക്കിയൊന്നും നിലനിൽക്കുന്നതല്ല. ശരീരത്തിൻ്റെ ദാഹം ഇപ്പം ശമിച്ചു, കുറച്ച് നമുക്ക് വീണ്ടും ദാഹിക്കും, നമ്മൾ വീണ്ടും കുടിക്കും. മനസ്സിൻ്റെ ദാഹം തീർന്നു, ഒരാൾ നമ്മെ സ്നേഹിച്ചു, കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നും. അല്ലെങ്കിൽ അപ്പനെ സ്നേഹിച്ചു, ഇപ്പം അമ്മ സ്നേഹിക്കാതെ വന്നപ്പോൾ വീണ്ടും പ്രശ്നമാവും. എന്നാൽ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെട്ടാൽ പിന്നെ നമുക്ക് ഒരിക്കലും വിശക്കില്ല, നമുക്ക് ഒരിക്കലും ദാഹിക്കില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല. അപ്പോൾ ഈ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെടാൻ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ വരണം. ദൈവത്തിങ്കിലേക്ക് ഒരുവൻ വരാതെ ഒരുവൻ്റെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെടുകയല്ല. ബാക്കിയെല്ലാം ടെമ്പററിയാണ്, ബാക്കിയൊന്നും നിലനിൽക്കുന്നതല്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ അതൊന്നും നിലനിൽക്കുന്നത് ദൈവത്തിനെ തരാൻ പറ്റൂ. അതുകൊണ്ട് ഈ സമരിയാക്കാരി സ്ത്രീ പറഞ്ഞില്ലേ, എന്നാൽ പിന്നെ ആ ജലം എനിക്ക് തരാവോ, ഞാനാ പിന്നെ ഒരിക്കലും വെള്ളം കോരാൻ വരണ്ടല്ലോ. അവൾ വിചാരിച്ചത് ശരീരത്തിൽ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് അവൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവാകുന്ന നീർച്ചാലിനെ കുറിച്ചൊക്കെയാണ്, നിത്യജീവന്റെ നീർച്ചാലുകളെ കുറിച്ചാണ് ഈശോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നിന്റെ ആത്മാവിൻ്റെ ദാഹം ഉണ്ടല്ലോ മോളെ, അത് ശമിപ്പിക്കാൻ ഞാനുണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. അവൾ യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ ദാഹവും മാറി. അതുകൊണ്ടാണല്ലോ അവൾ കുടം അവിടെ വെച്ചിട്ട് ഓടിയെന്നാണ് പറഞ്ഞത്. വെള്ളം കോരാൻ വന്നവൾ സ്വാഭാവികമായിട്ട് വെള്ളം നിറച്ചിട്ടല്ലേ പോകണ്ടേ. ശരീരത്തിൻ്റെ ദാഹത്തെക്കാളും ഉപരി നിൽക്കുന്ന അവളുടെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെട്ടപ്പോൾ അവൾ ഓടിയിട്ട് കണ്ടവരോടെല്ലാം പറഞ്ഞു, എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങോട്ട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, അവൻ ദൈവമാണെന്നും അല്ലെങ്കിൽ അവൻ പ്രവാചകനാണെന്നും അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന രക്ഷകനാണെന്ന് ഏറ്റുപറയാൻ തക്ക വിധത്തിൽ അവൾക്ക് സാധ്യമായത് ഈ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെട്ടു. അവിടെ നിത്യമായ ആനന്ദം ലഭിക്കും, നിത്യമായ സമാധാനം നിലനിൽക്കുന്ന സമാധാനവും നിലനിൽക്കുന്ന ആനന്ദവും ഒരാത്മാവ് ഒരു ജീവിതത്തിൽ അനുഭവിച്ച് കടന്നു പോകണമെങ്കിൽ ഈ യേശുവിൻ്റെ സ്നേഹവും സാന്നിധ്യവും തരുന്ന നിത്യമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് യേശുവിനോടുള്ള ബന്ധമാണ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് പിതാവിൻ്റെ ഇഷ്ടം. യേശുവിനെ കാണുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുന്നതും നിത്യമായ ആനന്ദത്തിലേക്കും നിത്യമായ സമാധാനത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്നത് എന്തെങ്കിലും നമ്മൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിൽ വളരാനും ആ സ്നേഹത്തിൽ നമ്മെ സമർപ്പിക്കാനും തയ്യാറാകണം. ഈ ബലിയിലൂടെ ആ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിശപ്പും ദാഹവും, ജഡത്തിൻ്റെ വിശപ്പും ദാഹവും, മനസ്സിൻ്റെ വിശപ്പും ദാഹവും മാത്രം ശമിപ്പിച്ചു കൊണ്ടുപോകാതെ അതിനേക്കാൾ ഉന്നതമായ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കപ്പെടാൻ യേശുക്രിസ്തുവിൽ നമ്മെ സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.